അപ്പോൾ സുഹൃത്തുക്കളെ, കാണികൾ ഒന്നടങ്കം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഷാനുവിൻ്റെ കല്യാണ വ്ളോഗാണ് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമത്തെക്കാളും വളരെ വീക്ഷണ പാടവത്തോടെ വളരെ മൈന്യൂട്ടായി ഓരോ ദൃശ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നത് ഹനാൻസ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷാനു വളരെ പേടിച്ചും ടെൻഷനായിട്ടുമാണ് ഇവിടെ ഇരിക്കുന്നത്. പുതിയാപ്പളിൻ്റെ വണ്ടിയാണ് പറയുന്നത്. ഓൻ തന്നെ പറയാം, പുതിയാപ്പളിൻ്റെ വണ്ടിയാണ് പറയുക, കയറ്റാൻ പറയടാ. പുതിയാപ്പളിൻ്റെ വണ്ടിക്ക് സ്ഥലമല്ലേ, പിന്നെ എന്താ കല്യാണം? ബാസിലൊക്കെ രാവിലെ അവിടെ എത്തിക്കിട്ടോ. നബീലിക്കുമാണ് ഇന്ന് ഡ്രൈവിങ്. കാരണം ഇന്ന് നമുക്ക് പെട്ടെന്ന് 1.25 മണിക്കൂറാണ് മാപ്പിൽ കാണിച്ചത്. അപ്പം നബീലിക്കു ഡ്രൈവ് ചെയ്തപ്പോൾ എന്തായി, അതൊരു 3/4 മണിക്കൂറിൽ ചുരുങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പെണ്ണുങ്ങളെ പേരയിൽ അവിടെ എത്തി. ഇത് പുതിയാപ്പിള വണ്ടിയാ കൊണ്ടോട്ടി പുതിയാപ്പിള. ആ ഫേമസ് പുതിയാപ്പിള. വരി ബാസിലെ ജി ഞങ്ങളെ പോവാ. ഇതിന്റെ പിന്നാലെ ഓട്, ബൗൺസസിനെ പോലെ. ഷാനു മഹറോടെ എത്തിക്കണ്. പാട്ടൊക്കെ നബീലെ റിജോയ് ചേട്ടൻ ഒരു ചീത്ത പാർസൽ കിട്ടും റിജോയ് ചേട്ടൻ്റെ അടുത്ത് അന്നാ കല്യാണത്തിന് മാത്രം. ബഹുമാനപ്പെട്ട റിജോയ് ചേട്ടൻ, ഷാഫിക്ക അവർകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. റിജോയ് ചേട്ടൻ അന്നൊന്നും ലുക്ക് റിജോയ് ചേട്ടൻ തന്നെ. ഇറങ്ങല്ലേ വണ്ടി താത്തരങ്ങനെ പോയോ? ഇന്റെ ഷൂ ഇല്ലേ ബാക്കത്തെ വണ്ടിയിലാ. ഏത് വണ്ടിയിലാ? അത് കുറച്ച് നല്ല ബാക്കിലാ. എല്ലാരും അവിടെ നല്ല മഴ ഇനി ഇറങ്ങിയപ്പോ അപ്പൊ എല്ലാരും ഷൂ ഒന്നും ഇടാതെ അങ്ങോട്ടും ഓടി കയറി. കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു ഷേക്കർ രണ്ടാക്കോ. ഓ റെഡിന്റെ ആളിയന്റെ ലുക്കൊക്കെ മറ്റൊക്കെ ഇവിടെ ഇപ്പം നമ്മളെ വണ്ടികൾ ഏകദേശം വണ്ടി പല 5 അവിടെ നിൽക്കാം. ബസ് എത്തിക്കോട്ടെ. എത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും എത്തിക്കോട്ടെ. തിരിച്ചിങ്ങനെ കേട്ടോ. അവിടെ 2 വണ്ടി വണ്ടിയാണ്. അതാ നേരെ മുന്നോട്ട് കയറ്റിക്കണം. നീ വരാണ്ടോ? ബ്ലോക്കിൽ കുടിക്കണം. ഒരു 2-3 വണ്ടി വരാനോ. എല്ലാരും ബ്ലോക്ക് കുടിക്കും. എവിടെ നിങ്ങളെല്ലാ കുടുംബക്കാരെ കല്യാണത്തിന് കൂടാൻ പറ്റി, ഇങ്ങോട്ട് മാത്രം കൂടാൻ പറ്റില്ല. ക്ഷമിക്കണം. ഇതെന്താ ആ നൂല് വെട്ടിക്കളാ? ഏത് വണ്ടിയിലാന്ന്? ബോസ് എത്തി. അളിയനെ കൊണ്ട് ഷെയ്ക്കാൻ കൊടുക്കും. ഞാനാണെങ്കിൽ ഷൂസ് മറ്റേ വണ്ടിയിലും വെച്ച് ആകെ ഷൂസ് ഇല്ലാത്തുള്ളൂ. അടിപൊളി ഡ്രസ്സെങ്കിലും ഇല്ലേ? ഡ്രസ്സ് കിട്ടായിട്ടാണ്.
അത്യാവശ്യം പമ്പല കൂട്ടി കയറിയാലോ? ആ എടാ ചെറുക്കന്മാർ കേറാന് കേറാന് ഒപ്പം നിൽക്കി അബീബൊക്കെ മുന്നിൽ നിൽക്കി. അസ്സലാമലൈക്കും. ഞാൻ നമ്മളെ ഒപ്പം പടണ്ട് ഒപ്പല്ലേ ഇപ്പം ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് സൂപ്പറായിട്ടാ. ഷാനുവിന്റെയും റെഡിന്റെയും പഴയ ഫോട്ടോ പോലീസിലാണോ മീശിനെ കണ്ടിട്ട് അതിനാ പോലീസ്. ബഹുമാനപ്പെട്ട പുതിയ തന്തം കമ്പി ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇന്നലെ ബ്ലാക്ക് കൊടുത്തു അസ്സലാമലൈക്കും. ഇപ്പൊ എടുത്തു ശരിക്കും മറ്റേ പാട്ടുണ്ടോ സെൽവാ സിത്താറോ? എനിക്കറിയില്ല. ഓ കയ്യിന്റെ പോക്കറ്റ് ഞാൻ കാണില്ല. വിളിച്ചിട്ടുണ്ടോ? ടവലെടുക്കാൻ ചെറുതായി ഒന്ന് മറന്നു. പ്രശ്നങ്ങളിലേക്ക് പോകണമെങ്കിൽ ഹനാൻഷ ടൗവിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കണേ. മുമ്പിലോ? അല്ല, അർഷിന്റെ അടുത്ത് ഉണ്ടാവൂലേ? ബ്ലോക്കിൽ പെട്ടാണ് ഇങ്ങോട്ട് ഓടി വന്ന ടവലും കൊണ്ട് ഓടി മുന്നിൽ നിക്കാതെ തുടങ്ങാനായി. നിക്കാതെ തുടങ്ങാനായി വേഗം വരാൻ പറയും. ടവല് വരുന്നുണ്ട്, ബ്ലോക്കിൽ പെട്ടിക്കണേ വരും. ആ ടവല് ബ്ലോക്ക് പെട്ടിപ്പോ വരും. മൈക്ക് കഴിയുമ്പോൾ അല്ല ഇപ്പൊ കയറി കുത്തിരിക്കും. ഞാനല്ല കേരള ഓനും കേറണ്ട കേറണ്ട. ആ ഇതാ മൈക്കിന്റെ അടുത്തൊന്ന് പോയി. ആ റീനാണേ. ഓക്കെ അല്ലേ? ഓ അടിപൊളി. അന്നെ വേറെ അങ്ങനെ കാണും ഈ കൂട്ടത്തിൽ. ഇടച്ചക്കന്മാരി ഇരിക്കും, എല്ലാവരും ഇരിക്കും. സൈക്കോ കേറി ഇരിക്കും. അനനെ 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 ബാ 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 അല്ല കേറി കുത്തിരിക്കും. ആ വരണ ബാക്കില മൈക്ക് എവിടെയെങ്കിലും ഘടിപ്പിക്ക്. ഇരിക്കണേ
അപ്പുറത്തെ സൈഡ് ഓള സൈഡല്ലേ? അപ്പുറത്തെ സൈഡ് നല്ലതാ. പെണ്ണിന്റെ സൈഡ് പക്ഷെ നമുക്ക് അവിടെ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. വെല്ലുവിളി മുന്നിക്ക് ഇരുത്തുക. വെല്ലുവിളി മുന്നിക്ക് അതിനാണ് ഇരിക്ക്. ഇരുന്നോ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഉള്ള പേടിയാണ് പരിപാടിക്ക് വന്ന പോലെ. എടാ റിന്യൂസൊക്കെ വരാണ്ട്. റിന്യൂസ് എടാ എല്ലാരും ബ്ലോക്ക് കുടുങ്ങി, എല്ലാരും കുടുങ്ങി. മഴ ഇറങ്ങിയപ്പോ പേരും മഴ. അതായത് വണ്ടിക്ക് പുതിയപ്പോൾ കയറാൻ പറ്റില്ല, അങ്ങനെ മഴ. എല്ലാരും ലോക്കായി കുടുങ്ങിപ്പോയി. പുതിയ മേലുണ്ടോ? ചെക്കനെ നോക്കി പുതിയ മേലെ. പുതിയ മേലല്ല, പുതിയ മേലുണ്ടല്ലോ കിളിക്കൂടിന്റെ ഉള്ളില്. അതാ അങ്ങനെയാണോ? പുതിയ അവിടെ കിളിക്കൂടിന്റെ ഉള്ളിൽ. അപ്പം കാണികളെ ആകാംക്ഷയിലാഴ്ത്തി പുതിയ ബഹുമാനപ്പെട്ട ബ്രെഡ് കിളിക്കൂടിനുള്ളിൽ അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. വരാനൊരു ചാൻസും കാത്ത്. ഇവിടെ ആള് കൂടിയിട്ടാണ്. ഞാൻ അതേ പറഞ്ഞ അവിടെ ഇരിക്കണ്ടാന്ന്. ലാസ്റ്റ് നീച്ച് കൊണ്ടിരും. കൂട്ടിയതാണ്, വിളിച്ചോടെ ഇരുത്തിയാണ്. അത് നമ്മൾ മാത്രം ഉണ്ടതില്ല, നമ്മൾ ബാക്കിയില്ലല്ലോ. ബാക്കിയുള്ള അവിടെ കുത്തിരുന്നേ. നമ്മൾ പോകുമ്പോൾ എല്ലാവരും അപ്പം എല്ലായിടത്തും പോകണ്ട. അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ഇറക്കിയാണ് നമ്മളെ ഉള്ളിരിക്കുക. ഹിബത്ത, ഹലോ ഹലോ, എത്തിയാ? 5 minutes. ഓക്കെ. ഇപ്പത്തെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പത്തെ വിളിക്ക്, എത്തിയിട്ട് വിളിക്ക്. ഇല്ല, എനിക്കത് നടക്കണുള്ളൂ. ഓക്കെ ഓക്കെ. ആദ്യത്തെ സഫിൽ ഇടം നേടിയിരിക്കുന്നു പുതിയാപ്പിളയുടെ വിശ്വസ്തരായ കൂട്ടുകാർ ശ്രീമാൻ നിഹാൽ, സൽമാൻ, അച്ചു, പിന്നെ ആരൊക്കെയാ കാണില്ല. എന്ത് അങ്ങോട്ടാ കൊണ്ടുപോണേ? അതെങ്ങട്ടാ? എങ്ങനെ? മഹറോ? ഓല് അവിടെ അതത്. ആ ആ മഹർ. ശരിക്കും നമ്മൾ ഈ സദസ്സിൽ വരട്ടില്ലേ, നമുക്ക് അടിയിൽ തന്നെ ഇരുന്നാൽ മതി. അവിടെ ഹാപ്പനിങ്. അജിയോ? അജു എനിക്ക് തോന്നുന്നു ഓൻ്റെ അളിയനാണോ? കാണിച്ചാൽ മതി, ഞാൻ പോയി വിളിക്കാം. എവിടെ? ഇവിടെ ഇതളിയനല്ല, ഇത് ഇതളിയനാ. ഇത് ഞാൻ വിളിക്കാം. അവിടെ ഉണ്ടല്ലോ. ടെൻഷനായി. ഷാനു കാണില്ലേ? ഷാനു ഒന്നും വിളിക്കാറില്ല, എനിക്ക് മനസ്സിലാവണ്ടേ. ഇതാണ് ഷാനു.
ഷാൻ ഇതുവരെ കാണാത്തൊരു ലുക്കിലാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടത് കേട്ടോ. നിക്കാഹായോണ്ടാണ്. ആര്? ഏയ് ഓൻ അങ്ങനത്തെ ബേജാറൊന്നുമില്ല. ഓന് ലേറ്റ് ആയതിൻ്റെ ഒരു സങ്കടമുള്ളൂ. കാരണം എല്ലാവരും കുടുംബക്കാരൊക്കെ ബാക്കില്ല. ഫുൾ കുടുംബക്കാരും എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടില്ല. വണ്ടി കുറച്ച് എത്തിയിട്ടുള്ളൂ. ഫുൾ വണ്ടി വരാനാ. എൻ്റെ ഇപ്പം മോലൊക്കെ വണ്ടി വരാനുണ്ട്. അതാണ് അവൻ്റെ ടെൻഷൻ. അവരുടെ ടെൻഷനാണ്. അത് ഇറങ്ങിയപ്പോഴേ പേരും മഴ ചെയ്തു. കുത്തി പോയിരുന്നു മഴ ചെയ്ത്. ഒന്നാമത് എല്ലാവരും നനഞ്ഞ് അപ്പോൾ അങ്ങടിപ്പുറല്ല മറ്റേ വഴിക്കല്ല. ബസ് എത്തിയിട്ടില്ല. അമ്മ വരാണ്ട് പറഞ്ഞു. അമ്മനെ കാത്തിക്കണം. അമ്മാൻ്റെ കയ്യിലല്ലേ? ആ ഇപ്പത്തും നമുക്കിതെത്തിയാൽ മറ്റേ അമ്മ വന്ന് നേരെ തുടങ്ങാം. മാര് മൂപ്പരെടുത്താ അവിടെ ഉണ്ട്. പക്ഷേ അമ്മ വന്നിട്ട് അമ്മനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതിയാണ്. ആണോ? അമ്മമാരെ കൊടുക്കുക. എൻ്റെ അമ്മക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അമ്മനെ കൊണ്ട് കൊടുപ്പിക്കണേ. അതിൻ്റെ മൂപ്പരെ വെയിറ്റ് ചെയ്തിരിക്കുക. 5 അപ്പം എന്തായാലും സുഹൃത്തുക്കളെ, ഇനി എല്ലാവരും ഒന്ന് എത്തിയിട്ട് ചടങ്ങുകൾ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ വെച്ചിട്ട് കാണാം. ആകെ ടെൻഷനായിക്കണം. മുഹമ്മദ് എന്നവരുടെ മകൻ ഷെനോൻ കരീം, പെരുന്തൽമണ്ണ ജോബി റോഡിലെ ആരിക്കൽ മുസ്തഫയുടെ മകൾ ആയിഷ ലിയാന എന്നിവർ തമ്മിലുള്ള നിക്കാഹിന്റെ രീതിയിലാണ് നമ്മൾ എല്ലാവരും സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദസ്സിന് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുവരുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നിക്കാഹ് ആരംഭിക്കുകയാണ്. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن الشفاء وقال مخبرا وآمرا فأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. കൂറ്റമ്പാറ ചെറായില് ഹനാന്റെ വീട് അറിയോ? AK സ്റ്റോർ കഴിഞ്ഞിട്ട് 6ാമത്തെ വീട്. പക്ഷെ വീട്ടിലെ ആൾക്കാരില്ല. അവിടെ സിറ്റ് ഔട്ടിൽ വെച്ചാൽ മതി. AK സ്റ്റോർ കഴിഞ്ഞിട്ട് 6ാമത്തെ വീട്. ഒരു ഒറ്റ ഗേറ്റ്, ഗ്രേ കളറ്. പട്ടി ഉണ്ടാവും, 2 കൂടെ ഉണ്ടാവും. പട്ടി ഉണ്ടാവും. ഇല്ല, പട്ടിനെ വിട്ടിട്ടുണ്ടാവില്ല. ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ. جميع المسلمين والمؤمنين أجمعين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على سيدنا بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين.
عائشة بنحو أمل علي من الله قبلت منك نكاحا وتزويجا بنوي أولي أنزوي إنه الشيطان يسمى محمد നാമത്തിനാൽ കൂട്ടിച്ചേർത്ത് അതായത് മോദിയായി നിക്കാഹ് ചെയ്തു. നിങ്ങളുടെ മകൾ ആയിഷ ലിയാന എന്നവർ നിങ്ങൾക്ക് വളരെ സ്വർണ്ണ മഹലിന് പകരമായി നിങ്ങൾ എനിക്ക് കൂട്ടിച്ചേർത്ത് ഇണയത്തിനെ പ്രധാനമായ ഭാര്യയായി നിക്കാഹ് ചെയ്തതിന് നിങ്ങളുടെ പക്കൽ നിന്ന് ഞാൻ സ്വീകരിച്ചു ചുറ്റിപ്പെട്ടു. على خير خلقه وصحبه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الرحمن الرحيم. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين الذي يوافي نحوه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا وشفيعنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره إقداره العظيم. اللهم صل وسلم وما قرأنا من القرآن العظيم هذه هدية ناصرة ورحمة نازلة وبركة سامية ومقبولة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى عورات أهل الخير كلهم أجمعين. الله بحقه وبقربه لديك يسر لنا أمورنا يا رب العالمين. اللهم بارك لنا في كل أمورنا لا سيما في مجلسنا ونكاحنا وتزويجنا بركة تامة وبارك لنا عبادك الصالحين. بارك الله لكما بارك عليكما وجمع بينكما في خير ولطف وعافية. بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية. بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية. اللهم أهلك هذين الزوجين كما ألفت نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم بين خديجة الكبرى وعائشة الصغرى وسائر أزواجه الطاهرات أمهات المؤمنين. أخرج الله منكما ذرية طيبة صالحة بفضله العظيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل جمعنا على جمعه وأتفرقنا من بعده تفرقا سما ولا تجعل منا ولا منا ولا فينا ولا معنا شقي ولا مطرودا ولا محروما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
രസമാണ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الله بسم الله الرحمن الرحيم بسم الله മുത്തേ വെൽക്കം ഡ്രിങ്ക് ഇല്ല മുന്നേ എടുക്കണോ സാധനം സ്റ്റക്കായിട്ടാണ്. മിക്ക പൊന്തി കണ്ടിട്ട് ഫുള്ള് കഴിഞ്ഞപ്പോ അപ്പം വലൈസ്ലാം. ഞങ്ങളെ ജിദ്ദിന്നൊക്കെ പരിപാടി ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ. താങ്ക് യു. എന്താ വർത്താനം? ജിദ്ദ എയർപോർട്ടിൽ 45 കൊല്ലമായി വർക്ക് ചെയ്യുന്നു. ഓക്കെ 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 ഇൻഷാല്ലാ കാണാം. ഇൻഷാല്ലാ ഓരോ ഉമ്രക്കും മുമ്പ് പിടിച്ചോണ്ട് എയർപോർട്ട്. ഇൻഷാല്ലാ ഞാൻ വരും. ഇൻഷാല്ലാ ഉംറക്ക് വരൂ. മാഷാ അല്ലാ അങ്ങനെ ഷാനുവിന് പെണ്ണിട്ടി. ബിസ്മില്ലാ. എനിക്കെന്ത് കേടാ ഇതിന്റെ ഷോർട്സ് ഇറങ്ങും. ഏത് സീനൊക്കെ ഏതൊരു അറബിക്കഥ പള്ളി മൂലരും പോയിട്ടില്ല. ഇങ്ങനെ വ്ളോഗ് എടുത്ത കാക്ക ചോദിച്ചു അവിടെ നോക്കുന്നുണ്ട്. ഒരു കാക്ക അങ്ങനെ കുറേ നേരം പിടിച്ചു നിന്ന്. ഇനി നമുക്ക് കണ്ടിട്ടൊന്നുമില്ല. ഓരോ തന്നെ എടുക്കണല്ലോ. എന്താ സാക്ഷിയോ? ഞാൻ സാക്ഷിയൊക്കെയാണ് ഞാനാ കൺഫേമാ? എന്തുണ്ടായാലും ഞാൻ വരണ അല്ലേലും ഒഴിവില്ല. അല്ല മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ പോകുമ്പോഴൊക്കെ ഞാൻ വേണ്ടി വരും. ആ ഓക്കെ. അല്ല അതിനൊന്നും നേരല്ല, അതുകൊണ്ടാണ്. വണ്ടിക്ക് നമ്പർ എടുക്കുക. ആർ ടി ഓഫീസ് പോകാത്തതിന് 8 മാസം ഫൈൻ ഇട്ടിയ ആളാണ് ഞാൻ. പോകാൻ വയ്ക്കാത്തതിന് 8 മാസം പൈസ കൊടുത്ത്. അത്രയും ടൈമില്ല. ശരിക്കും അറിയുന്നുണ്ട് എന്തെങ്കിലും പിടിച്ചു വിടൂല. ഷാനോ 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 ഒപ്പിടാനാകുമ്പോൾ പറയും. ഇത് അണ്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് പൊട്ടി അല്ലേ? കുറച്ച് ലാസ്റ്റൊക്കെ പൊട്ടി. ഒരു 2 മണിക്കൊക്കെ പൊട്ടി. പോയിട്ട് വൈൽഡ് ലവറോട് കൊണ്ടുവരാൻ പറഞ്ഞിനി. എത്തിയില്ല. ടെൻഷനൊന്നുമില്ല, വെറുതെ അത് മുഖത്തിങ്ങനെ തോന്നണുള്ളൂ. ഉള്ളിലാ ടെൻഷൻ. ഒപ്പിടണ്ടേ? വളരെ കൂളായിട്ടോ, കൂളായിട്ട് ഡീൽ ചെയ്തു. ഓന് പേടിയില്ല. ഓൻ പ്രീ ഷൂട്ടിനൊക്കെ ഉഷാറായി.
ഞാൻ മകളെ പഞ്ചായത്തൊക്കെ തെറ്റ് ബന്ധം എനിക്കറിയില്ലല്ലോ ഞാൻ ഒന്ന് പരിചയപ്പെട്ടപ്പോഴേ റിസോർട്ടിൽ വന്നപ്പോഴേ ഇനി എൻട്രി അല്ലേ? ഭക്ഷണം കഴിച്ചോളി, ഭക്ഷണം കഴിച്ചോളി. ഭക്ഷണം മാറ്റണോ? തോൽക്ക് പോവാന് എന്നാലും നിങ്ങൾക്കില്ല ചാടിക്കളിയൊക്കെ പറ്റുമോ? ചാടിക്കളി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പറയാൻ പാടില്ല, കുട്ടികൾ റെഡി ആയിട്ടൊക്കെയാണ്. ഒരു അപ്പതാണ് നിക്കാൻ കഴിഞ്ഞപ്പോ നിക്കാൻ ഞങ്ങൾ തോല് പടക്കം കിട്ടാൻ പോയതാണല്ലോ. അങ്ങനെ മാലപ്പടക്കം കിട്ടുകയാണ്. അവര് ഭക്ഷണം കഴിക്കാന് അല്ല, ഞാൻ അവന്റെ പരിക്കുള്ളൂ തന്നെ. ആ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയണ്ടല്ലോ. അവന്റെ കറിക്കറി ഞാൻ ഭക്ഷണം കഴിക്കാൻ കുറച്ചുണ്ടോ അവൻ്റെ ഇപ്പം ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും നമ്മള് ഫുൾ ടൈം. മബ്രൂക്ക് ഷാനോ അങ്ങോട്ട് വിഷയം മബ്രൂക്ക് മാഷാ അല്ലാഹ്. ഹാപ്പി ബസ് ഒരു കൈ കൊടുക്ക്. ആ അല്ലാ, ഇതിന്റെ മോശം വന്ന് എന്താ എപ്പറ്റി മുന്നോട്ട് എത്തിക്കുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഷെഫീക്കുണ്ടോ? എന്നെ കണ്ടുപോകാൻ പോന്നാ. താങ്ക് യു, താങ്ക്സ് ഫോർ കമ്മിങ്. നമ്മളാളാ അംഗീകരണ ഇനി കസാല എടുത്താലോ? കസാല പിടിച്ചേക്ക്, കസാല പിടിച്ചാൽ കൂടെ ആർക്ക് എൻട്രി കണ്ടോ? ഷാനുവിനോ? എൻട്രി ആണോ? എൻട്രി ആണോ? ചിട്രു മെട്രോ ബാൻഡ് ഒരിക്കും. അത് എനിക്ക് എന്റെ സൈസിലുള്ള ബാൻഡ്. ഫോട്ടോ എടുക്കണോ? പുതിയാപ്പിളിന്റെ ഒപ്പമുള്ള എക്സ്ക്ലൂസീവ് ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എല്ലാവരും കുറേ ആളുണ്ട്, അങ്ങനെ കുറേ ആളുണ്ട്. ഇവന് അടിച്ചു കണ്ടോ? ഇവന് അടിച്ചു. ആൾക്കാർ കേറാത്ത നമുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എവിടെ എല്ലാം നോക്ക്. റിസോർട്ട് പോയിക്കാണെങ്കിൽ വേറെ കുറെ ഉണ്ട്. വയനാടുണ്ട്. ഫുൾ ടീമിന്റെ വീഡിയോ എടുക്കാൻ പറയാം. കുടാമുതടി കുടാത്തി പെണ്ണേ.
കാല് കുറച്ച് വൈഡാക്കി എനിക്ക് വൈഡാക്കാൻ അങ്ങനെയല്ല ഇങ്ങനെ 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 സോഫന്റെ അടിക്കാണ് പോവാം. ഇപ്പൊ പോരി ഇപ്പൊ തന്നെ വിളി വിളിച്ചാൽ ഇപ്പത്താ 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 ഞാൻ ഇപ്പത്തെ വരുന്നുണ്ട് അപ്പൊ ഇവിടക്ക 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 ഉമ്മച്ചി ഉമ്മച്ചി വിടുന്നത് ഇപ്പത്തെ ഇപ്പത്തെ പെട്ടെന്നോളി ഇപ്പത്താ നമ്മളപ്പം നിന്നോളി നമ്മളപ്പം നിൽക്കാം ഇപ്പത്താ ഇങ്ങോട്ട് എടുത്തിക്കുന്നോളി ബാക്കിൽ നിൽക്കോ അല്ല അർഷിൻ അർഷിൻ ഇപ്പത്തെ കുറച്ച് മുന്നിലേക്ക് കുറച്ച് മുന്നിക്ക് ഇങ്ങോട്ട് നിമിഷം കുറച്ച് മുന്നിലേക്ക് ആ അവിടെ വരാം അവിടെ ഇട്ടു കുറച്ച് കിട്ടുന്നോളി പോലെ കുറച്ച് കിട്ടുന്നോളി എടുത്താ ഇനിയിപ്പോ 5 മിനിറ്റിലോളം കൂടി വന്നാൽ ഫോട്ടോ കിട്ടും. ഓക്കെ ഇപ്പൊ തിരിക്കിട്ടോ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാ ഇപ്പൊ തന്നെ ഇപ്പൊ ഫോട്ടോ എടുക്കാം എന്തേ പടം പറഞ്ഞു കൂടാ അയ്യോ സോറി ഇപ്പൊ പോവും ഒരു ഫോട്ടോ എടുത്താൽ ഒരു ഫോട്ടോ നിക്ക് കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണ് രാജാത്തി മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരുത്തം വരും മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി സന്തോഷ സൂചകം എന്നതിനെ സ്വീകരിച്ച് ബാലകര ഞങ്ങളിതാ പോകുന്നു ഞങ്ങൾക്കെല്ലാം പറ്റൂല അവർ വൈദ്യുതി പറ്റൂല എങ്ങനെയുണ്ട് കല്യാണത്തിന് കൂടിയിട്ട് അടിപൊളി അടിപൊളി
ഒരുപാട് കല്യാണങ്ങൾ ഇനിയും കൂടാനുള്ളതാ. നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം കൊണ്ടുപോയ ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. അതായത് കിങ് ഓഫ് കൊത്തയുടെ ആ സെറ്റിൽ നിന്നും അതുപോലെ കൊത്ത രാജു ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കൊത്ത രാജുവിന്റെ വേഷത്തിൽ ആ ചെയിനും ഒരു അന്തപ്പെട്ട ബാഗും ഈ ഒരു പാന്റും ഈ കൊത്തൊരു ചാണക പച്ച ഷർട്ടും ഈ ഒരു കോസ്റ്റ്യൂംസ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇൻട്രസ്റ്റ് നോക്കി ആയിട്ട് അതേ സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടതല്ലേ. ഇൻട്രസ്റ്റിൽ അയാളെ ഏതോ അറ്റ്മോസ്ഫിയറിൽ നല്ല ചൊറുക്കുണ്ട്. ഇല്ല പോരാ. ഇതെന്താ ഇവിടെ ഇങ്ങനെ മഴ വേണ്ട. സൽമാൻ അങ്ങനത്തെയാ ഫുഡ് കഴിക്കണം. പറഞ്ഞ മക്കളോ കാര്യം പെണ്ണുങ്ങളൊക്കെ വന്നിങ്ങളോ? പണ്ട് നമുക്കൊരു ബാസിക് ഉണ്ടായിരുന്നു. നമ്മളിവിടെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ
പോകും. അപ്പോൾ അവനവൻ്റെ സുരക്ഷ അവനവൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് സൈഡിലേക്ക് ഒന്ന് കൊടുക്കുക. ആ ഫയർ വർക്കിൻ്റെ അടുത്തിരിക്കണവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വൈകുന്നു പറഞ്ഞു കൊടുക്കുക. ഷാനു ഓക്കെ അല്ലേ? ഷാനു ഓക്കെ അല്ലേ? അപ്പൊ പെണ്ണിന്റെ എൻട്രിക്ക് ഷാനു ഓക്കെയാണ്, വരാൻ പെണ്ണും റെഡിയാണ്. പിന്നെ ഇപ്പൊ ആർക്കാ പ്രശ്നം? ഒന്ന് സൈഡായി കൊടുക്കട്ടോ, വഴിയിൽ നിൽക്കണോ ഒന്ന് സൈഡിലേക്ക് കൊടുക്കി. പണ്ട് സ്റ്റേജ് കുട്ടികളെ അല്ല പാട്ടടിച്ച വൈവാഹിക ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ബാസിൽ സംസാരിക്കുന്നതാണ്. എന്താ പറയാ, ഇവിടെ എന്താ പറയണ്ടേ? അടുത്തതായി പുതിയ എൻട്രി. പാട്ടിടി ചിറാപ്പുഞ്ചിയാ. അപ്പം അടുത്തായിട്ട് പുതിയ എൻട്രി ഉണ്ടാ. എൻ്റെ ഒരു ഫോണോടെ കൊണ്ട എൻട്രി സ്ഥിരം കലാരൂപങ്ങൾ ഊക്കേറ്റുവാക്കുന്നത് പാടത്തും പറമ്പിലും ഒരു തെല്ലും കൂസലുമില്ലാതെ എല്ലാവരുടെയും ഊക്കി അനവധി നിരവധി ചെറിയ കുട്ടികൾ മുതൽ വലിയവരെ ഊക്കി പോകുന്ന ഒരേ ഒരു സ്ഥാപനം നബീൽ. പതിവുകളിൽ മാറ്റം വരാതെ ഊക്കി രാവിലെ മുതൽ ഏറ്റുവാങ്ങി തുടങ്ങുന്നത് നബീൽ. പരിപാടികൾ ഏതുമാകട്ടെ ഏറിൽ നബീൽ തന്നെ. കുറച്ചൊക്കെ കർട്ടനൊക്കെ കത്തി പിടിച്ചണം. ബാബുൽ കീ ഗലി ചേട്ടാ ഞാൻ പാടി തന്നാ മതി, പാട്ട് നിർബന്ധം ചെയ്യാം. കോപ്പിറൈറ്റ് ഇട്ടില്ല. ഇത് ദൂരത്ത് കാണുമ്പോ കരയണം. പെണ്ണിങ്ങനെ ഒരുപാട് നാളായി ആഗ്രഹിച്ചിട്ട് കിട്ടിയ ഒരു മണവാട്ടിയെ പോലും നീ കരഞ്ഞുകൊണ്ട് വരവേൽക്കണം. ഷാനു കരയുമോ ഇല്ലയോ എന്നാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത് കേട്ടോ. ഷാനുവിനോട് കരയാനെ ഏൽപ്പിച്ചിരിക്കണേ. ഷാനെ എല്ലാരും നോട്ടിട്ട് വെക്കുന്നുണ്ടോ? നല്ല ബുദ്ധിയുള്ളവനാണ്, അട്ടന്റെ ബുക്കുള്ളവനാണ്. എന്തായാലും പണി കൊടുത്താൽ നബീലിനുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നബീലിനത് അപ്പത്തിന് മാർക്ക് ഉണ്ട്. പട്ടിക്കാട് ബ്ലോക്ക് ഒന്ന് ആർത്തു. ഷാനുവിന്റെ കല്യാണം പോയായിരുന്നു. പോവാ ഇൻഷാല്ലാ കാണണ്ടാ. ആണോ? അത് ഞാൻ ഒരാളെ കളത്ത് വിട്ടാ മതിയാ? ഞാൻ പണ്ട് വിടാം കേട്ടാ. ഓക്കെ. എടാ സീനല്ല, ഒരു സാധനം വാങ്ങിയേക്കാനേ. ഓ പക്ഷെ എൻട്രി അല്ലേ? ഓ അയ്യോ, ഓലെടുത്ത് ആ സാധനം വാങ്ങണം. ആ പുറത്തേക്ക് പോയാൽ മതി, പുറത്തേക്ക്.
മുത്തുമണിയാ സ്റ്റാൻഡിങ് കേട്ടോ. അനിയോ ഫോട്ടോ എടുത്തില്ല.
കല്യാണം ഇന്ന് നടന്നത്. അപ്പം എനിക്ക് കുറച്ച് വാക്കുകൾ പറയണം. ഇതിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് ഏകദേശം കല്യാണ വ്ളോഗൊന്നും അവിടുത്തെ ഒരു സന്ദർഭങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഒരു കല്യാണം എൻജോയ് ചെയ്ത് കൂടാൻ പറ്റുന്നില്ല. അതായത് ഇപ്പം എല്ലാത്തിലും ഒന്നായിട്ട് ആഘോഷിച്ച് അല്ലെങ്കിൽ ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ട് അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളൊക്കെ കണ്ട് മൊമെൻറ്റ്സ് ഒക്കെ കണ്ട് ആ ഒരു കല്യാണം എനിക്ക് എൻജോയ് ചെയ്യാൻ എപ്പോഴും പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ ബാസിൻ്റെ കല്യാണമാണെങ്കിലും അച്ഛൻ്റെ കല്യാണമാണെങ്കിലും ഷാനുവിൻ്റെ കല്യാണമാണെങ്കിലും എല്ലാം അർഷുവിൻ്റെ കല്യാണമാണെങ്കിലും എല്ലാം എനിക്ക് അങ്ങനെയാണ് കിട്ടില്ല. കാരണം നല്ലൊരു മൊമെൻറ്റ് നടക്കുന്ന ടൈമിൽ ആ ആൾക്കാർ ഫോട്ടോ എടുക്കുക അങ്ങോട്ട് ഇന്നങ്ങോട്ട് വലിക്കും. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ഈ ഒരു നല്ല മൊമെൻറ്റ് സംഭവങ്ങൾ അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ഫുൾ മൊമെൻറ്റ്സ് എനിക്ക് മിസ്സാവലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും അത് ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് അല്ല കേട്ടോ. അത് ആൾക്കാർ സ്നേഹം കൊണ്ട് ഞാൻ ഇത്രയും കാലം ഞാൻ എക്സ്പെക്ട് ചെയ്ത ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവം തന്നെയാണത്. പക്ഷേ ഇങ്ങനെ കമ്പനിക്കാരൊരു കല്യാണത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം എങ്ങനെയെങ്കിലും ഇതിൽ കൂടണം എങ്ങനെയെങ്കിലും ഇത് എൻജോയ് ചെയ്യണം എന്നുള്ള മൂഡിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുക. ബട്ട് സ്റ്റിൽ ഞാൻ മാനേജ് ചെയ്യലുണ്ട് എല്ലാം. ഈ ഫോട്ടോ എടുക്കൽ മാനേജ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഇത് ഈ ഒരു വൈബിൽ അതായത് ആ ഒരു മൊമെൻറ്റിൽ പങ്കുചേരാനും ഞാൻ നിൽക്കലുണ്ട്. അപ്പം ജിമ്മി വന്നെത്തിരിക്കുകയാണ്. ജിമ്മി കല്യാണ കോസ്റ്റ്യൂമൊന്നും അയച്ചിട്ടില്ല കേട്ടോ. പുറത്തും വിട്ടിട്ടില്ല. എല്ലാവരും കട്ടായി. ഒരാളെയും വിളിച്ചിട്ട് കിട്ടില്ല. ആരുമില്ല. എല്ലാവരും കട്ടായി. നമ്മളെയും എല്ലാവരും പോലെയല്ലേ. അതാണ് നമ്മൾ എത്ര ദിവസമായി ഇറങ്ങിയിട്ട്. അതായത് ഞങ്ങൾ 10-ാം തീയതി 11-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ. അതായത് 1-ാം തീയതി ഇറങ്ങി 9-ാം തീയതിയാണ് കയറിയത്. പിന്നെ 10-ാം തീയതി ഒരു ബ്രേക്ക് കിട്ടി. 10-ാം തീയതി വൈകുന്നേരം ഇറങ്ങി 11, 12, 13 കഴിഞ്ഞിട്ടാണ് 14-ന് ഷാനുവിൻ്റെ കല്യാണത്തിന് ഓടി കയറുന്നത്. അപ്പോൾ ഇനി ഇതോടെ തീരുന്നില്ല. ഇനിയിപ്പം ഇപ്പം നാളെ ജിമ്മി നാളെ വർക്കിന് പോകും. നാളെ തന്നെ നീച്ച് പണിക്ക് പോകും. ഞാൻ നാളെ തന്നെ ഉച്ചക്ക് ഒരു പണിയുണ്ട്, ഒരു ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഷാനുവിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് തല കാണിച്ചിട്ട് എനിക്ക് നേരെ എങ്ങോട്ട് പോകണം. എനിക്ക് എൻ്റെ അടുത്ത പരിപാടി വരുന്നത് നമ്മളെ മാനന്തവാടിയില്ലേ, മാനന്തവാടി ഇമേജിൻ്റെ പ്രോഗ്രാമാണ്. രാവിലെ 10 മണിക്ക്, ശനിയാഴ്ച രാവിലെ 10 മണിക്ക്. അപ്പം അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം നേരെ എനിക്ക് ഒറ്റപ്പാലത്ത് പോകണം. അത് കഴിഞ്ഞ് എനിക്ക് നേരെ കൊച്ചിയിൽ പോകണം. അതിൻ്റെ നേരെ കോഴിക്കോട്ട് തന്നെ വരണം. പിന്നെ ഇങ്ങനെ പോകണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാഷാഅല്ലാഹ് നമ്മൾ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് പറയല്ല. ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് പരിപാടികൾ വേണം, നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാരെ മീറ്റ് ചെയ്യണം, കൂടുതൽ പരിപാടികളിലേക്ക് പോകണം, എല്ലാ ക്രൗഡിനെയും നമുക്ക് മീറ്റ് ചെയ്യണം, നമ്മൾ ആൾക്കാരെ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കണം. ലൈക്ക് ബേസിക്കലി ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ വയ്ക്കണം നമ്മൾ ആ നാട്ടിലുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് കാണാനുള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഒരിക്കലും ഒന്നും കംപ്ലൈൻ്റ് അല്ല, പക്ഷേ ഇതിൻ്റെ സങ്കടങ്ങളാണ്. കംപ്ലൈൻറ്റും സാഡ്നെസ്സും തമ്മിൽ മാറ്റം കിട്ടാം. അപ്പം ഇപ്പോൾ കല്യാണത്തിലൊക്കെ നടക്കുന്നതാണ്. ഇപ്പം എൻ്റെ അവസ്ഥ ഞാൻ ഇപ്പം ഒന്ന് പറഞ്ഞു. അതായത് ഒരു മൊമെന്റും എനിക്ക് ആസ്വദിക്കാം. എന്താ വെച്ചാൽ ഇന്ന് പിന്നെയും കുറെയൊക്കെ ചെക്കന്മാര് കൂടുതൽ ആൾക്കാരുണ്ടായതുകൊണ്ട് ഇവനെ സെന്റർക്ക് ഇട്ടിട്ട് നല്ല എൻജോയ് ചെയ്തിരിക്കണം. സാധാരണ പോയി കഴിഞ്ഞാല് ഫോട്ടോ എടുക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഇപ്പോൾ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് വ്ളോഗ് എടുക്കാൻ കഴിയൂല ഒരിക്കലും. ഒരു കല്യാണ വ്ളോഗ് ഒരിക്കലും കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോകുമ്പോത്തിന് തുടങ്ങും. അപ്പോൾ എനിക്ക് ആ മൊമെന്റ്സോ അവിടെ ഒരു ഡബ് ചെയ്യാനോ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഈ പുതിയ ആപ്പിളിൻ്റെ ഡബ്, പുതിയണ്ണിൻ്റെ ഡബ്, ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് പോകും. അവിടെ എത്തുമ്പോൾ ഇന്ന് പകുതിക്കൊന്ന് വ്ളോഗ് ഓഫാക്കി. അതായത് ഞങ്ങൾക്ക് എങ്ങനെ എടുത്താലും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇവനോട് പറഞ്ഞു ഇനി വ്ളോഗൊന്നും വേണ്ട, എടുത്ത് വ്ളോഗിൻ്റെ ഫോണൊക്കെ പോക്കറ്റിൽ കിട്ടලා പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ അതാണ് അവസ്ഥ. ബട്ട് സ്റ്റിൽ ഞങ്ങളെ കൊണ്ട് കഴിയണ പോലെ ഞാനും ജിംഷി ഇന്ന് വ്ളോഗ് എടുത്തിട്ടുണ്ട്. സോ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഷാനുവിന് ഇനി നാളെ ഒരു അടിച്ചുപൊളി സമ്മാനം കൊടുക്കുന്ന ഒരു വ്ളോഗും നാളെ എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ എന്തുണ്ട്, ഒരു ഷൂട്ടിൻ്റെ വ്ളോഗ് വരാണ്ടല്ലേ, പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ. അപ്പോൾ പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ വ്ളോഗ് വരാണ്ട്. അതുപോലെ തന്നെ ഈ മാസം അധികം വ്ളോഗ്സ് നമ്മൾ എടുത്തിട്ടില്ല, പക്ഷെ എടുത്ത് വെച്ച വ്ളോഗുകൾ അത് 2.5 വ്ളോഗ്സാണ് കുട്ടാ. ഇന്നത്തെ വ്ളോഗിലാ മറ്റേ സീൻ സൂപ്പർ സീനാവും. ബിസ്മില്ലാ, അതാരും കണ്ടിട്ടില്ല. വ്ളോഗ് ഒരു കാണാം, അത് സീൻസ് ആണ് കേട്ടോ. ഒരുപാട് ഷോർട്സ് വരാൻ ചാൻസ് ഉണ്ട്. പ്രീ വെഡിങ്ങിൻ്റെ ഉണ്ട് ഇഷ്ടം പോലെ, പ്രീ വെഡിങ് കുറേ കോമഡികളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് കല്യാണം എൻജോയ് ചെയ്തു. മാഷാഅല്ലാഹ് നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ അഫിൻ്റെ ഇവിടെ കാറിൽ വന്നപ്പോൾ അഫി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതാണ് നെഞ്ച് തറച്ചു പോയ ഡയലോഗ്. ഇങ്ങനെ ചോദിച്ചു ഓന്, ഇനിയിപ്പോൾ ഷാനു നമ്മൾ വീട്ടിലൊക്കെ വിരുന്നൊക്കാൻ വരുമോ? എനിക്കുണ്ടല്ലോ അഫി കണ്ട എന്തേലും പറഞ്ഞുണ്ടല്ലോ എൻ്റെ നെഞ്ച് പൊട്ടു. അതേപോലെ ഉണ്ടാവും. ഈച്ചു അങ്ങനെ ഇതൊന്നും വല്ലാതെ പറയലില്ല, എമോഷണലി ടച്ച് ചെയ്യുന്ന സാധനങ്ങൾ. ഈച്ചു ഇങ്ങനെ കാര്യഗൗരവത്തോടെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുണ്ടാവും. പക്ഷെ അഫി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അഫി ഒരു കൊഞ്ചിക്കുട്ടിയാണ് പെരീത്തെ. അതായത് എല്ലാവരും കൊഞ്ചിക്കുട്ടിയാണ്. ഓന് ജിംഷാൻ്റെ കൊഞ്ചിക്കുട്ടിയാണ്, ഓന് ഷാനുവിൻ്റെ കൊഞ്ചിക്കുട്ടിയാണ്, ഓൻ മൊട്ടൻ്റെ കൊഞ്ചിക്കുട്ടിയാണ്, അജുവിൻ്റെ എല്ലാവരും കൊഞ്ചിക്കുട്ടിയാണ്. വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഇമ്മമാരും കാക്കമാരും. ഇന്നലെ ഷാനുവിൻ്റെ വലിയമ്മ തട്ടിട്ട് എൻ്റെ മോനെ എന്നിട്ടൊരു ഉമ്മയാണ് കൊടുത്താന്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഓന്
സംഭവം ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല, പക്ഷെ ഓൻ്റെ അത്ര ഒരു ഇമ്പാക്റ്റ് വേറെ ആരും ഉണ്ടാക്കണില്ല. അപ്പം അങ്ങനെയാണ് അഫിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ അഫിയ ബ്രോസ്റ്റ് തിന്നാൻ പോയതോ ഇന്നലെ ബ്രോസ്റ്റ് തിന്നാൻ പോയെടുത്ത് ഇന്ന് ഇപ്പം എല്ലാവരും കൂട്ടി ബ്രോസ്റ്റ് തിന്നാൻ പോയിക്കണേ. അപ്പോൾ ഇത് പൈസ അല്ല, അതിൽ എന്നെ വിളിച്ചു മാലിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞേ നിങ്ങൾ അതിൽ കോളിൽ കേൾക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും അങ്ങോട്ട് വന്നോളി, നിങ്ങൾ നിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഓൻ എന്തൊക്കെയാണ് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ പൈസ എൻ്റെ അടുത്ത് നിന്ന് പ്രൊസീഡ് ചെയ്യിപ്പിക്കണം. എന്നെ വിളിച്ച് അതിൽ എന്നെ വിളിച്ച് എല്ലാവരും ഉണ്ട്. അനു ഒരു 1000 rupees ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ കിട്ടിയാൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാം പുറത്തുനിന്ന്, ഇല്ലെങ്കിൽ വീട്ടിലില്ല. അതായത് ഇങ്ങനെ കുടുക്കലാണ്. അതായത് ഓൻ്റെ ആവശ്യം കുടുക്കിങ്ങാണ്ട് ഒന്ന് വിടും എന്ന് പറഞ്ഞ് നേരെ കടന്നു തുടങ്ങി. നല്ല ചത്ത് മലച്ചിക്കണം അഫീഫൊക്കെ. അപ്പം എന്തായാലും അഫിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര സങ്കടപ്പെടുത്തി. കാരണം എനിക്ക് ഓരോ കല്യാണങ്ങൾ കഴിയുമ്പോൾ എനിക്ക് സന്തോഷമാണ്, അതിലുപരി എൻ്റെ മനസ്സിൽ ചെറിയ നെഞ്ചത്തിൻ്റെ ഇവിടെ ഭാഗത്ത് ചെറിയൊരു സങ്കടമാണ്. കാരണം ഓരോ വിരുന്നുക്കലൊക്കെ കുറയും. അതായത് നമ്മളെ വീട്ടിലേക്ക് വരവ് കുറയും. പച്ചു ആണെങ്കിലും ബാസിലാണെങ്കിലും അർഷാണെങ്കിലും ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിന് ശേഷം അത് ശരിയാണ്, മനുഷ്യന്മാർ വലുതാവുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറി പോകും. പക്ഷേ എനിക്കൊരു സങ്കടമാണ്. കാരണം എനിക്ക് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ആ ഒരു പോലെ, അത് പിന്നെ ഒരു 50 വയസ്സായാലും ഒരു വെല്ലിപ്പന്മാരായാലും എൻ്റെ പരിക്ക് വിരുന്ന് വരണം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ആളാണ് ഞാൻ. സോ എനിക്ക് അത്ര ഇഷ്ടമാണ് എല്ലാവരും. അപ്പം പക്ഷേ ഷാനു എന്തായാലും വിരുന്ന് വരൽ കുറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താണ് ഷാനു എന്നുള്ള എല്ലാവരും എങ്ങനെയാവും എന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അച്ചു വരലുണ്ട്, പറ്റണ പോലെ വരലുണ്ട്, ബാസിലെല്ലാവരും വരലുണ്ട്. ബട്ട് സ്റ്റിൽ എന്നാലും ഓരോതായ കാര്യങ്ങൾ കൂടുതലും ബിസിയാവും. പണ്ടത്തെ പോലെ ഇങ്ങോട്ടുള്ള ഒരു ഇങ്ങനെ ഒരു കിട്ടൽ കുറച്ച് കുറവാകും. അതാണ് കല്യാണത്തിൻ്റെ ഒരു ഇത്. അപ്പം ഇൻഷാ അല്ലാഹ് അതായത് കട്ടാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒലിപ്പിൻ്റെ കമ്പനിക്കാണെങ്കിൽ എല്ലാവർക്കും കെട്ടാൻ നടക്കാൻ പറ്റും, അതും പറ്റൂല. അപ്പം ഞാൻ അജിത് വരുമോ കെട്ടിക്കഴിഞ്ഞാൽ? ഞാൻ വരും മുത്തേ, വരുമോ? ഞാൻ വരും. എങ്ങോട്ട് വരും? അതിൻ്റെ അടുത്തേക്ക് വരും. വിളിച്ചാൽ വരുമോ? ഓടിച്ചാടി എത്തും. ഫസ്റ്റ് നൈറ്റിന് അന്ന് ഇവിടെ കിടക്കാൻ പറ്റുമോ ഒറ്റക്ക് വന്നിട്ട്? അപ്പോൾ മുട്ട ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ പാവം. ഇനി നാളെ ഒരു ടൂർണമെൻറ്റ്, നാളെ എന്ത് ടൂർണമെൻ്റ് അല്ലേ മുട്ടേ? ഫുട്ബോള്. അപ്പോൾ നാളെ 5:30 ട്രെയിനിന് കയറി പാവം പോകും കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാനും മുട്ടയും കാണുന്ന സന്ദർഭങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും റഷുള്ള ടൈമിലാവും മുട്ട കണ്ട് വിരുന്നിക്കാൻ വരിക. അതായത് ഞാൻ ഒരു പരിപാടിക്കൊന്ന് പാഞ്ഞു പോകുമ്പോൾ ഉണ്ടാവും ഇവിടെ ടി വി കണ്ടിരിക്കണം. എടാ ഞാൻ പോയി കേട്ടോ, ബാഗ് എന്തെങ്കിലും പാക്ക് ചെയ്യാൻ കൊടുത്തോ? വേണ്ട, എല്ലാം പാക്ക് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ പോകും. പിന്നെ അവനെ കാണാം, ഓൻ എത്തിയിട്ടോ അങ്ങനെ പറയണോ. ഇപ്പോൾ അതേപോലെ ഷാനുവിൻ്റെ കല്യാണത്തിന് കറക്റ്റ് വന്നു. ഷാനുവിൻ്റെ കല്യാണത്തിന് ഫുൾ തിരക്ക്. അതായത് ഷാനുവിൻ്റെ ഈ ഒരു പ്രശ്നം എന്താ അറിയോ, ഷാനുവിൻ്റെ അറിയുന്ന ആൾ അതേ ലെവലിൽ എനിക്കറിയും, മനസ്സിലായോ? ഒക്കെ സെയിം കണക്ഷനാണ്. അപ്പം ഞാനാണ് കുടുങ്ങിപ്പോയി. കാരണം പുതിയാപ്പിളിനോട് ഈ കണക്ഷനിൽ വരുന്ന ആർക്കും കൂടുതൽ നേരം സംസാരിച്ചിരിക്കാൻ പറ്റില്ല. പുതിയാപ്പിളിനോട് എന്താ ഫോട്ടോ എടുക്കാൻ പോവുക. പക്ഷെ ഇവർക്കൊക്കെ ആരോട് സംസാരിച്ചിരിക്കാൻ പറ്റും? ഇന്നോട് സംസാരിച്ചിരിക്കാൻ പറ്റും. വരുന്നവരും പോണലും എല്ലാവരും ഒരു 15 മിനിറ്റ് സംസാരം. ഇപ്പം എന്തൊക്കെയാ ഇത്? എല്ലാവരും സെയിം ക്വസ്റ്റ്യൻ, ഇമ്മിപ്പൊക്കെ അല്ലേ? ഇനിയിപ്പോൾ നമ്മളതെന്നാ? ഈ ഒരു ചോദ്യം ഞാൻ ഓരോ കല്യാണപ്പരി പോകുമ്പോൾ ഞാൻ ചൂളിപ്പോവാണ്, തകർന്ന് പോവാണ്. ഇനിയിപ്പോൾ ഞമ്മൾതെന്നാ? ഞാൻ എന്തോരോട് പറയാം, ഞമ്മൾതെന്താ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ മനുഷ്യനെ വാട്ടീസാക്കാം കേട്ടോ. അപ്പം പക്ഷേ എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് കല്യാണം അടിപൊളിയായി. മാഷാ അല്ലാഹ് എല്ലാവരും ഉദ്ദേശിച്ച രീതിയിൽ, എല്ലാവരും വിചാരിച്ച രീതിയിൽ നടന്നു. ഷൂട്ടാണെങ്കിൽ അടിപൊളിയായി. ലവ് നോട്ട്സിൻ്റെ പേജിൽ വീഡിയോ ഉണ്ട്, എല്ലാവരും പോയി കാണണം. ജിമ്മി എടുത്ത ഫോട്ടോസ് ഉണ്ട്, അർഷി എടുത്ത വീഡിയോസ് ഉണ്ട്. എല്ലാവരും ചെയ്ത് നമ്മളെ കൂട്ടത്തിൽ നമ്മളൊരു സാധനം മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്ത് പോകില്ല, ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. ഇനി ഒന്ന് വർക്ക് എടുത്തത് മിക്കയാണ് BE വെഡ്ഡിങ്സ്. അപ്പം എല്ലാം നമ്മളെ ആൾക്കാർ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. മേക്കപ്പ് അർഷാപാത്തു, ഷാന ആരൊക്കെയുണ്ട്? ഷാനുണ്ട്, അർഷാപാത്തുണ്ട്. ഓലൊക്കെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒക്കെ ചേക്ക് വിട്ട് പോകാത്ത പരിപാടികളാണ്. ഒരു കുടക്കീയിൽ എല്ലാ സഹായങ്ങളോടും നമ്മളുണ്ട്. വീഡിയോൻ്റെ ആൾക്കാർ, ഫോട്ടോൻ്റെ ഒക്കെ നമ്മളതാണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഈ മാസം പറ്റണ പോലെ വ്ളോഗ് ചെയ്യാം. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ 16, 17, 18, 19 പോയിട്ട് 20 പോയിട്ട് 21 തിരിച്ചെത്തി. 22, 23, 24, 25 ഒഴിവുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. 26 അങ്ങനെ 27, 28, 29, 30, 31, 1, 2, 3 പിന്നെയും 5 എന്നാണ് പടാവണത്. അപ്പോൾ ഓടാൻ വയ്യാതെയിരിക്കണം. അപ്പം എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ ഹെൽത്ത് നോക്കണം. ഞാൻ വല്ലാതെ ഹെൽത്ത് നോക്കുന്ന ആളല്ല, പക്ഷേ സ്റ്റിൽ ഒരു 3 ലിറ്റർ വെള്ളം, 3 ലിറ്റർ വെള്ളം, 4 ലിറ്റർ വെള്ളമൊക്കെ എനിക്ക് അറ്റ്ലീസ്റ്റ് ആദ്യമെങ്കിലും ചെയ്തിനി, കുടിച്ചിനി. ഇപ്പോൾ അതൊന്നും എനിക്ക് ട്രാക്കിലല്ല. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടൊന്ന് തിരിച്ചു വരണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ആഗ്രഹിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ അഭിനയ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിക്കൊരു വരവുണ്ടാവുന്നതാണ് ഞാൻ മൊട്ടനോട് പറയുന്നത്. കാരണം അഭിനയത്തിൻ്റെ ഒരു CD പോലും അറിയാത്ത എനിക്ക് ABCD ഫുൾ അറിയണം. എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കണം എന്നുണ്ട്. നോക്കിയാൽ നമ്മൾ ഫുള്ള് നിൽക്കേണ്ടപ്പോൾ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ ബോസ്. അപ്പോൾ എന്തായാലും
വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും കല്യാണ വ്ളോഗുകൾ ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങൾ വരാണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വരും വ്ളോഗുകളിൽ വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗായ്സ്. ഇത്രയും ഞാൻ ലാഗ് അടുപ്പിച്ചിട്ട് വ്ളോഗ് ഇട്ടിട്ടും അവസാനം വരെ സപ്പോർട്ട് ചെയ്ത് വ്ളോഗ് കണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി. കാരണം നിങ്ങൾ ഞാൻ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ആൾക്കാർ. ഇപ്പം എന്നിട്ട് 3 വ്ളോഗും ഏകദേശം 6 ലക്ഷം 7 ലക്ഷം വ്യൂസായി. എല്ലാ വ്ളോഗും ഓരോ ഷോർട്സും 10 ലക്ഷം 15 ലക്ഷം വ്യൂസായി, 15 ലക്ഷം 12 ലക്ഷം. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇടാതൊന്നുമില്ല കുറച്ച് ദിവസം. അപ്പോൾ ആൾക്കാരൊക്കെ അഞ്ഞിപ്പം എന്തിനാ പിന്നെ കാണണം ആ മൂഡിൽ എടുക്കുന്നത്. പക്ഷേ എല്ലാവരും എന്തെങ്കിലും ഇട്ടാൽ മതി ആ മൂഡിലാണ് നിൽക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് അങ്ങനെ ലോയലായിട്ട് നിൽക്കണതിന്, കൈൻഡായിട്ട് നിൽക്കണതിന്. അപ്പോൾ ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിലെന്നും ഉണ്ടാകും. അത് വ്ളോഗിൻ്റെ രൂപത്തിൽ തിരിച്ചു തരാൻ എനിക്ക് പറ്റട്ടെ. അതിനുള്ള ആവതും ആയുസ്സും സമയവും എനിക്ക് പടച്ചോൻ തരട്ടെ, ആരോഗ്യം തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.